ഹലോ സ്റ്റുഡൻസ്, ഇത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം നോക്കുന്നത്. ആദ്യമായി എന്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, എന്തുകൊണ്ട് ഇത് പ്രധാനമായും മറ്റു ബ്രാഞ്ചുകളിലെ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ലൈഡാണ്. എന്തുകൊണ്ട് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം? നിങ്ങൾ പലരും ഇത് കേൾക്കുന്നവരിൽ പലരും മറ്റ് പല ബ്രാഞ്ചുകളിലും ആയിരിക്കും പഠിക്കുന്നത്. ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ ആവും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടി വരുന്നു? അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗിൻ്റെ പ്രവർത്തന മേഖല ഒരിക്കലും ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. എപ്പോഴും അതൊരു എല്ലാ ബ്രാഞ്ചിൻ്റെയും എല്ലാ എഞ്ചിനീയറിംഗ് മേഖലയും കൂടെ ഒരു കൂടിച്ചേരലാണ് എപ്പോഴും ഒരു ലോകത്തിലെവിടെയുമുള്ളൊരു പ്രവർത്തനം. അതൊരു ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിസർച്ചിലായിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഏതൊരു മേഖലയിൽ എത്തിപ്പെട്ടാലും അവിടെയെല്ലാം എല്ലാ ബ്രാഞ്ചിൻ്റെയും കൂടെ, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവിടെ ആ ജോലികൾ നടക്കുകയുള്ളൂ. നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ജോലി സംബന്ധമായി തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഒരേ പ്രോജക്റ്റിൽ തന്നെ ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കൂടെ കാണും. നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആവും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവണം. അതുപോലെ നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ചെറുതായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. ഒരു കാര്യം കേട്ടാൽ, അല്ലെങ്കിൽ ഒരു വാക്ക് കേട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റണം. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ പണിയുക എന്നത് മാത്രമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യങ്ങളെപ്പറ്റി പ്രധാനമായിട്ട് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ പാകുക എന്നത് മാത്രമാണ് ഈ സബ്ജക്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഈ സ്ലൈഡിൽ പറയുന്ന പോലെ ലോകം എന്ന് പറയുന്ന ലോകത്ത് എല്ലാ പ്രവർത്തനങ്ങളും ഒരു കോമ്പിനേഷനാണ്, എല്ലാ ബ്രാഞ്ചിനും കൂടെ കോമ്പിനേഷനാണ്. ഇൻഡസ്ട്രി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. വ്യവസായ സ്ഥാപനങ്ങളെല്ലാം എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു ഹാവ് എ ബേസിക് നോളജ് അബൌട്ട് ഓൾ ബേസിക് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. ഒരു എഞ്ചിനീയറായി ജോലി എടുക്കാൻ പോകുന്ന നിങ്ങൾ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ചും ഒരു ചെറിയ അറിവെങ്കിലും വേണം. അവസാനമായി പറഞ്ഞേക്കുന്നത്, യുവർ ജോബ് മേ ബി അസോസിയേറ്റഡ് ടു ദി കോൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരു പക്ഷേ ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള വിഭാഗവുമായിട്ടായിരിക്കാം. നമുക്ക് അറിയില്ല നിങ്ങളെ ഭാവിയിൽ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. എഞ്ചിനീയർ ആവാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലാണെങ്കിൽ പോലും, നിങ്ങളൊരു സോഫ്റ്റ്വെയർ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ ഏറ്റവും അധികം നിങ്ങൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടി വരുന്നത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ടി ആയിരിക്കാം. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളും ഇപ്പോൾ ഒന്നായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മെക്കാട്രോണിക്സിൻ്റെയൊക്കെ കാലമാണ്. മെക്കാട്രോണിക്സ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇതിൻ്റെ എല്ലാം കൂടി ചേരുന്ന ഒരു വിഭാഗമാണ് മെക്കാട്രോണിക്സ്. പേര് കേൾക്കുമ്പോൾ മെക്കാനിക്കലും ഇലക്ട്രോണിക്സും എന്ന് മാത്രം തോന്നുമെങ്കിലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും മാത്രമല്ല, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് മെക്കാട്രോണിക്സ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതൊരു ബ്രാഞ്ച് തന്നെയാണ്, എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് മെക്കാട്രോണിക്സ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്? വാട്ട് ഈസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്? അപ്പോൾ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം, അതൊരു ബേസിക് ബ്രാഞ്ചാണ്. എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബേസിക് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ആളുകൾ ആരെങ്കിലും എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ
സ്വയം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ബ്രാഞ്ചുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങും പിന്നെ കാലക്രമത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും. ബേസിക് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഒരു കൺവെൻഷനലി ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് അസോസിയേറ്റഡ് വിത്ത് മൂവ്മെൻറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്ന ചലനവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എപ്പോഴും ചലനങ്ങളുടെ ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എങ്ങനെ അത് ചലനം എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ചലനമാകാം. അതായത് നമ്മൾ ബൈക്കോ കാറോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെയുള്ള ഒരു ചലനമാകാം. അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ചലിക്കുന്ന ഒരു വസ്തുവാകാം. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാച്ചാകാം. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്, പക്ഷേ അതിനകത്തൊരു മൂവ്മെൻ്റ് ഉണ്ട്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. ക്ലോക്ക് അതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഭാഗമാണ്. അതുപോലെ അങ്ങനെ എന്തും ചലനം എവിടെയൊക്കെ എന്തെങ്കിലും ചലിക്കുന്നുണ്ടോ അതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന ആപ്ലിക്കേഷൻസാണ്. അതാണ് അടുത്ത പോയിന്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ആസ് വെൽ ആസ് മൂവ്മെൻറ്റ് അറ്റ് സിംഗിൾ ലൊക്കേഷൻ. അപ്പം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ഒരു സിംഗിൾ ലൊക്കേഷനിൽ ഇരുന്ന് തന്നെ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് അവിടെ കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾസ് ആർ സീലിംഗ് ഫാൻ, വാച്ച്, ക്ലോക്ക്, അതുപോലെ ടർബൈൻ, പമ്പ് മുതലായ കാര്യങ്ങൾ. ടർബൈൻ, പമ്പ് എന്താണെന്നൊക്കെ അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ചലനങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ ബ്രാഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ ചലിപ്പിച്ചെടുക്കണം, മൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് ഫോഴ്സ് വേണം. ഫോഴ്സ് കൊടുത്താലേ നമുക്കൊരു കാര്യം മൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിൽ നിന്ന് നമുക്കറിയാം. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതിൻ്റെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമുക്കറിയാം ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. അപ്പോൾ അനങ്ങാതിരിക്കുന്നൊരു വസ്തുവിനെ മൂവ് എടുക്കാനായിട്ട് ഫോഴ്സ് വളരെ ആവശ്യമാണ്. ഇനി ഫോഴ്സ് എങ്ങനെ കിട്ടും? ഫോഴ്സ് എവിടെ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യും? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് കൂടിയേ തീരുള്ളൂ. വർക്കാണ് ഫോഴ്സിലൂടെ നമുക്ക് മൂവ്മെൻറ്റ് വരുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സിലൂടെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് വർക്ക് ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. വർക്കെന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് വർക്ക് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ വർക്കാണ് ഫോഴ്സും മൂവ്മെൻറ്റും നമുക്ക് തരുന്നത്. വർക്ക് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു മൂവ്മെൻറ്റ് നമ്മൾ നേടുന്നത്. ഇനി വർക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ എനർജിയിൽ നിന്നാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക് എന്ന് സ്കൂൾ ലെവലിൽ നിങ്ങൾ ധാരാളമായി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനർജിയിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടുന്നു. എനർജിയും വർക്കും ഒരേ ഫോം തന്നെയാണ്. വർക്ക് ഈസ് എ ഫോം ഓഫ് എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക്. അപ്പോൾ എനർജിയിൽ നിന്ന് നമ്മൾ വർക്ക് എടുക്കുന്നു. വർക്കിലൂടെ നമ്മൾ ഫോഴ്സും അതുവഴി മൂവ്മെൻറ്റും നേടിയെടുക്കുന്നു. അപ്പോൾ ചലനങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ ബ്രാഞ്ചായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും വർക്കിൻ്റെയും എനർജിയുടെയും കൂടെ ബ്രാഞ്ചാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ ദ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി. അപ്പം ഒരു വാക്കിൽ നിന്ന് നമ്മളിപ്പോൾ 3 വാക്കുകളിലേക്ക് എത്തി. ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി. ആദ്യം മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഫോഴ്സ്, വർക്ക്, എനർജി എന്നതിലേക്ക് എത്തി. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായൊരു ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതായത് ഇറ്റ് ഈസ് ദി എൻജിനീയറിംഗ് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഫോഴ്സ് ആൻഡ് എനർജി. അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ
ഏതൊരു വസ്തു നിർമ്മിക്കുമ്പോഴും അതിന് നമുക്ക് മെറ്റീരിയൽസിൻ്റെ ആവശ്യം. അത് എന്തുകൊണ്ട്, ഏത് വസ്തു ഉപയോഗിച്ച് നിർമ്മിക്കണം? ഒരു പാലം ഉണ്ടാക്കണം. ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ അതൊരു കോൺക്രീറ്റ് തൂണുകളുള്ള ഒരു പാലം വേണോ, അല്ലെങ്കിൽ അല്ലാതെ മരം കൊണ്ടുള്ളൊരു സാധാരണ പാലം വേണോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അതല്ലെങ്കിൽ എന്ത് കാര്യവും ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ ഏത് കാറിൻ്റെ എൻജിനാണെങ്കിൽ ഏത് മെറ്റീരിയലാണ്, ഏത് മെറ്റലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? സ്റ്റീൽ വേണോ, അലുമിനിയം വേണോ? അങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. അതായത് മെറ്റീരിയൽ സയൻസ്. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്, ആ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട പഠനം, ഓരോ മെറ്റീരിയലിൻ്റെയും എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്, എന്തൊക്കെയാണ് ഓരോ മെറ്റീരിയലിൻ്റെയും സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കുന്നതിന് ബ്രാഞ്ച് മെറ്റീരിയൽ സയൻസ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. എന്തുകൊണ്ടാണ് ഹീറ്റും തെർമോഡൈനാമിക്സും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായതെന്ന് ചോദിച്ചാൽ, ആദ്യകാലങ്ങളിൽ നമുക്ക് ഈ വർക്ക് കിട്ടുന്നത് എപ്പോഴും ഹീറ്റ് എനർജിയിൽ നിന്നാണ് നമുക്ക് ഏതെങ്കിലും ഒരു കൽക്കരി കത്തിച്ച് തീ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചൂടുണ്ടാക്കുന്നു. ആ ചൂടാണ് തീവണ്ടിയെ മുന്നിലേക്ക് ചലിപ്പിക്കുന്നത്. അപ്പോൾ തീയിൽ നിന്ന് അല്ലെങ്കിൽ ചൂടിൽ നിന്ന്, ആ ഹീറ്റിൽ നിന്നാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയൊക്കെ സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ചൂടിൽ നിന്നാണ് നമ്മൾ വർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സമീപഭാവിയിൽ ഇപ്പോഴൊക്കെ ഇലക്ട്രിക്കലായിട്ട് നമ്മൾ എടുത്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴൊക്കെ നമ്മൾ വർക്ക് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാലും ഇപ്പോഴും ഹീറ്റ് എനർജിയിൽ നിന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമ്മൾ ഓട്ടോമൊബൈൽസ് എല്ലാം ഹീറ്റിൽ നിന്നാണ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു? എനർജിയിൽ നിന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ എനർജി ചിലപ്പോൾ സോളാർ എനർജി ആവാം, ചിലപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആവാം, ചിലപ്പോൾ ഹീറ്റ് എനർജി ആവാം. അങ്ങനെ വിവിധങ്ങളായ എനർജിയുണ്ട്, വിവിധ രൂപങ്ങളിലുള്ള എനർജിയുണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്കെടുത്ത് വർക്കാക്കി മാറ്റാം. ഒരു കാലഘട്ടത്തിലെന്നല്ല, ഇന്നും ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് കിട്ടുന്നത് ഹീറ്റ് എനർജിയിൽ നിന്നാണ്. ഫ്യൂവൽ ബേൺ ചെയ്ത്, അല്ലെങ്കിൽ കോൾ, പെട്രോൾ, ഡീസൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്യൂവൽ കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ചൂട് ഉപയോഗിച്ചാണ് വർക്ക് നമ്മൾ കൂടുതലായിട്ടും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ഹീറ്റ്. അപ്പം ഹീറ്റും തെർമോഡൈനാമിക്സും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അഭിവാജ്യ ഘടകങ്ങളാണ്. അതുപോലെ തന്നെ റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു സ്പേസിനെ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ തണുപ്പിക്കുന്നതിനെയാണ് റെഫ്രിജറേഷൻ എന്ന് നമ്മൾ ജനറലി മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ അത് ഫ്രിഡ്ജാകാം, അല്ലെങ്കിൽ ഒരു വീട്ടിലെ തന്നെ AC, ഒരു വീട്ടിലെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആകാം. അങ്ങനെ റെഫ്രിജറേഷൻ, അതായത് ഏതെങ്കിലും ഒരു സ്പേസിലുള്ള ഹീറ്റ് എനർജിയെ നമ്മൾ പുറന്തള്ളുകയാണ്. ഏതെങ്കിലും ഒരു സ്പേസിനകത്തുള്ള, ഇപ്പോൾ ഫ്രിഡ്ജായിട്ട് എക്സാമ്പിൾ എടുത്താൽ ഫ്രിഡ്ജിനകത്തുള്ള ആ സ്പേസ്, അതിനകത്തുള്ള ഹീറ്റ് എനർജി നമ്മൾ പുറത്തേക്ക് തള്ളിവിടുകയാണ്. പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് തള്ളിവിടുകയാണ്. അപ്പം ഹീറ്റ് എനർജി നഷ്ടപ്പെടുമ്പോൾ അകത്തുള്ള ടെമ്പറേച്ചർ താഴേക്ക് വരും. അപ്പോൾ അകത്ത് ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. അപ്പോൾ ഹീറ്റ് എനർജിയെ പുറത്തേക്ക് തള്ളുന്നതാണ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി എടുത്ത് പുറത്തേക്ക് തള്ളാൻ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിൽ പ്രധാനമായി കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഇവാപ്പറേറ്റർ, അങ്ങനെ പല എക്യുപ്മെൻറ്റ്സ് ചേർന്നാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം മൂവ്മെൻറ്റ്, ഈ കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയറിനെ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മൂവ്മെൻറ്റ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിനടുത്ത് നിന്ന് കാതോർത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാം. അതിനകത്ത് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മൂവ്മെൻറ്റ് നടക്കുന്നു. അത് അനങ്ങാതെ അതിനകത്തിരുന്ന് മൂവ് ചെയ്യുകയാണെങ്കിലും അതൊരു മൂവ്മെൻറ്റാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ശക്തമായ ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ റെഫ്രിജറേഷൻ ഒരു ആപ്ലിക്കേഷനാണ്. ഏറ്റവും അവസാനമായിട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ
ഏതൊരു വസ്തുവിനെയും നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നാൽ അതൊരു ഗ്ലാസ് ആയിക്കോട്ടെ, ഒരു പാത്രമായിക്കോട്ടെ, നമ്മുടെ പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ പത്രം വായിക്കുന്ന ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ ബുക്കിൽ എഴുതുന്ന പേപ്പർ ആയിക്കോട്ടെ, നമ്മുടെ തുണികളായിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളും നിർമ്മിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു മെഷീൻ വേണം, ഒരു മെഷീൻ ഉണ്ടാവണം. ആ മെഷീനിന് അകത്തൊരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മെഷീനകത്ത് പല യന്ത്രഭാഗങ്ങൾ ചലിച്ചിട്ടായിരിക്കും നമുക്ക് ആ യന്ത്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ചലനം, മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. ഏറ്റവും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെയിൽ കട്ടർ. നിങ്ങളെല്ലാവരും നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാകും. നെയിൽ കട്ടറിനകത്തൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നെയിൽ കട്ടർ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെയിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ആ മൂവ്മെൻറ്റ് കിട്ടും. ചെറിയൊരു മെഷീനാണ്, പക്ഷേ അതിനകത്തും മൂവ്മെൻ്റാണ് സംഭവിക്കുന്നത്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലുള്ള അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്ന് മനസ്സിലാവും. ആ മെഷീനിൻ്റെ, നെയിൽ കട്ടർ എന്ന് പറയുന്ന മെഷീനിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ വളരെ സങ്കീർണമായ, വളരെ കോംപ്ലക്സ് ആയ, നമുക്ക് ഒറ്റ നോട്ടത്തിലോ പല വട്ടം നോക്കിയാലും മനസ്സിലാകാത്ത രീതിയിലുള്ള മെഷീൻസ് ആയിരിക്കും ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാനുഫാക്ചറിങ്, എന്ത് കാര്യങ്ങളും നിർമ്മിച്ചെടുക്കണമെങ്കിൽ അത്തരം മെഷീൻസ് നമുക്ക് ആവശ്യമാണ്. അതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ള, പ്രധാനമായിട്ടും KTUവിൻ്റെ ഈ സിലബസ് പ്രകാരം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായിട്ട് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. അത് നമ്മുടെ എൻജിൻസ്, വാഹനങ്ങൾ, കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ എൻജിൻ, അതിനെയാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ റെഫ്രിജറേഷൻ നമ്മുടെ ഒരു മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ടർബൈൻസ്, പമ്പ്സ് എന്നൊക്കെ പറയുന്നത് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗമായിട്ട് വരികയാണ്. ഏറ്റവും അവസാനത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ മാനുഫാക്ചറിങ്, പല വിധത്തിലുള്ള മാനുഫാക്ചറിങ്, എന്തൊക്കെ പ്രോസസ്സാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അതായത് ഓരോ കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കണമെങ്കിൽ വേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ആ പ്രോസസ്സസ് വേണ്ടി വരുന്നത്. അങ്ങനെ പല വിധത്തിൽ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സസ്, മാനുഫാക്ചറിങ് പ്രോസസ്സസ് നമ്മൾ പഠിക്കും. അത് അവസാനത്തെ മൊഡ്യൂൾ. മൊത്തം മൂന്ന് മൊഡ്യൂളാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ളത്. 3 മൊഡ്യൂളാണുള്ളത്. 3 മൊഡ്യൂളിലായിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്താണെന്ന് നോക്കിയാൽ, ഞാൻ ഇതിനകം തന്നെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോമൊബൈൽ, അതായത് ഒരു നമ്മൾ റോഡിൽ കാണുന്ന വണ്ടികളുടെ, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും ഒക്കെ, അതിനെവിടെ നിന്നാണ് ആ ശക്തി കിട്ടുന്നതെന്ന് വെച്ചാൽ എൻജിനാണ് ആ ശക്തി കൊടുക്കുന്നത്. എൻജിനിലാണ് ഫ്യൂവൽ കത്തി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ ഹീറ്റ് എനർജി വണ്ടിയെ ചലിപ്പിക്കുന്ന വർക്കായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല വിധത്തിലുള്ള പെട്രോൾ എഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കിൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കും. ചെറിയ പ്രോബ്ലംസൊക്കെ നമ്മൾ ന്യൂമറിക്കൽ കണക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇൻറ്റേർണൽ കമ്പഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ റെഫ്രിജറേഷനകത്ത് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് കാസ്റ്റിംഗ്, വെൽഡിങ്, ഫോർജിങ്, അതുപോലുള്ള മെഷീനിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് CAM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആണ് നമ്മൾ നോക്കാൻ പോകുന്ന 3ാമത്തെ മൊഡ്യൂളിനകത്ത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം, അതായത് IC എൻജിൻസ്. അപ്പം ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള IC എൻജിൻസിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് IC എൻജിൻസ് എന്ന് ചോദിച്ചാൽ, IC എന്നതിൻ്റെ ഫുൾ ഫോം ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ് എന്നാണ്. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്, അതായത് കമ്പഷൻ എന്ന് പറഞ്ഞാൽ
ഒരു ഫ്യൂവൽ കത്തുന്ന ആ ഒരു പ്രോസസ്സിനാണ് കമ്പഷൻ എന്ന്, കത്തുന്നതിനാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് കത്തുക എന്ന് നമ്മൾ പറയുന്നത്, ബേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ കത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ കഴിയാതെ എഞ്ചിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്, അകത്താണ് കമ്പഷൻ നടക്കുന്നത്, എൻജിനകത്താണ് കമ്പഷൻ നടക്കുന്നത്. പണ്ട് കാലങ്ങളിൽ പുറത്ത് എക്സ്റ്റേണൽ കമ്പഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കൽക്കരി കോരിയിട്ട് തീ കത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന്, അത് എക്സ്റ്റേണൽ കമ്പഷനാണ്. പക്ഷേ അതുപോലെ തന്നെ അത് തീവണ്ടിയിലാണെങ്കിലും എക്സ്റ്റേണൽ കമ്പഷൻ വഴി ഓടിയിരുന്ന തീവണ്ടിയെ പോലെ തന്നെ ഓടിയിരുന്ന കാറുകളുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിൽ നമ്മൾ രൂപമാറ്റം സംഭവിച്ച് തീവണ്ടി പോലെ സ്റ്റീം ഉപയോഗിച്ച് ഓടിയിരുന്ന കാറുകളുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിൽ രൂപമാറ്റം വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലെത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻസ് ഉപയോഗിച്ച് ഓടുന്ന കാറുകളൊന്നുമില്ല, എന്നാലും ആ പേര് അതുപോലെ തന്നെ നിൽക്കുന്നു, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോമൊബൈൽ, ഒരു വണ്ടിയുടെ പ്രധാന ഊർജ സ്രോതസ്സാണ് എൻജിൻസ് എന്ന് പറയുന്നത്. എൻജിനിലാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൽ നിന്ന് വർക്ക് നമുക്ക് കിട്ടുന്നതും. വർക്ക് കിട്ടുന്നത് എൻജിനിലാണ്. ഈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് എൻജിൻ. ചൂട് ഉൽപ്പാദിപ്പിച്ച് ആ ചൂടിൽ നിന്ന് വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു ഡിവൈസാണ് എൻജിൻ. അപ്പോൾ എൻജിന് പ്രധാനമായിട്ട്, എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഫ്യൂവൽ നമുക്ക് വേണം, അതായത് കത്തിക്കാനായിട്ട് എന്തെങ്കിലും വേണം. അത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, CNG മുതലായ ഫ്യൂവൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ കമ്പഷൻ ഓഫ് ഫ്യൂവൽ പ്രൊഡ്യൂസസ് ഹീറ്റ്. ഈ ഫ്യൂവലിൻ്റെ കമ്പഷൻ, ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ വർക്ക്. ഈ ഹീറ്റ് എനർജി നമ്മൾ മെക്കാനിക്കൽ വർക്കായിട്ട് മാറ്റും. മെക്കാനിക്കൽ വർക്ക് ഈസ് യൂസ്ഡ് ടു മൂവ് ദ വെഹിക്കിൾ. ഈ മെക്കാനിക്കൽ വർക്ക് വെഹിക്കിള് ചലിപ്പിക്കാൻ വേണ്ടി, വെഹിക്കിള് മുന്നേക്ക് നീക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫ്യൂവലിൽ നിന്ന് ഹീറ്റ് കിട്ടുന്നു, ഹീറ്റ് എനർജി നമ്മൾ വർക്കാക്കി മാറ്റുന്നു. ആ വർക്കാണ് നമ്മൾ വണ്ടി മുന്നേക്ക് നീക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. ഇതൊരു ഒരു ഒരു എൻജിൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ കാണാം. പലരും എൻജിൻസൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും, എന്നാലും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതാണ് ഒരു ചെറിയ എൻജിനാണിത്. അതിൻ്റെ താഴെ ഏറ്റവും അടിവശത്ത് ഒരു ക്യൂബ് പോലുള്ളൊരു കാണാം, ഒരു സംഭവം കാണാം. ക്യൂബിൻ്റെ പുറത്തേക്കൊരു ഒരു കമ്പി നീണ്ടു വരുന്നതാണ്. അത് റോഡാണ്, അതൊരു ഷാഫ്റ്റാണ്. ഷാഫ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് ഷാഫ്റ്റ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അതിനു വേണ്ടിയാണ് ഷാഫ്റ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ മുകളിൽ, ക്യൂബിൻ്റെ മുകളിൽ ഒരു സിലിണ്ടർ, ഏതാണ്ട് ഒരു സിലിണ്ടർ പോലുള്ള ഒരു കാര്യം കാണാം. അതാണ് എൻജിൻ. ആ സിലിണ്ടറിനകത്താണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഫ്യൂവൽ കത്തിക്കുന്നതും പിസ്റ്റൺ, അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ നോക്കാം. ഫ്യൂവൽ കത്തിക്കുന്നതും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ മുകളിലുള്ള ആ സിലിണ്ടർ പോലുള്ള സംഭവത്തിലാണ് കാണിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാർട്ടിലാണ്. ഈ ഒരു പാർട്ട്, ഇതാണ് സിലിണ്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാർട്ടിലാണ് എൻജിൻ്റെ പ്രവർത്തനം എല്ലാം നടക്കുന്നത്. ഇതിങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങും. ഇവിടെ ഇങ്ങനെ കറങ്ങും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ സിലിണ്ടറാണ്. ഇതൊരു ഒറ്റ സിലിണ്ടറേ ഉള്ളൂ. പല വാഹനങ്ങളിലും ഇപ്പം ഒരു 3 സിലിണ്ടറോ 4 സിലിണ്ടറോ അല്ലെങ്കിൽ 8 16 ഒക്കെ സിലിണ്ടറുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സിംഗിൾ സിലിണ്ടർ, ഒരു ഒറ്റ സിലിണ്ടർ മാത്രമുള്ളൊരു എൻജിനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ മുകളിൽ കാണിച്ച പോലത്തെ ഒരു ഒരേ എൻജിൻ്റെ 4 എൻജിനല്ല ഇരിക്കുന്നത്. ഒരേ എൻജിൻ സിലിണ്ടറിൻ്റെ
പ്രവർത്തനത്തിലെ 4 അവസ്ഥകളാണ് ഈ കാണിച്ചേക്കുന്നത്. 4 സ്റ്റേജസ്. ആ പ്രവർത്തനത്തിലെ 4 അവസ്ഥകൾ, 4 സ്റ്റേജസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 4 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു 4 സ്ട്രോക്ക് സൈക്കിൾ, ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ്. ഇതൊരു, ഇവിടെ ശ്രദ്ധിക്കുക, 4 സ്ട്രോക്ക് ആണിത്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രവർത്തനത്തെ കടക്കുന്നു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പാർട്സ് നോക്കാം. നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ക്രാങ്ക് ഷാഫ്റ്റ് കാണാം. നമ്മൾ മുന്നേ ഉള്ള ഫിഗറിൽ കണ്ട ഇവിടെ കണ്ട ഈ ഒരു റോഡ്, ഈ ഒരു ഷാഫ്റ്റ്, അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതാണ് താഴത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്. ആ പുറത്തേക്ക് അത് സ്ക്രീനിൻ്റെ പുറത്തേക്ക് നീണ്ടു വരുന്നൊരു റോഡാണ്. അത് കിടന്ന് കറങ്ങും. അപ്പോൾ അതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ക്രാങ്കിന് ചുറ്റും, ക്രാങ്ക് ഷാഫ്റ്റിനോട് ഘടിപ്പിച്ചേക്കുന്ന ഈ ഒരു കാര്യമാണ് ക്രാങ്ക്. ഇത് ക്രാങ്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്രാങ്കാണ്. ഈ ഒരു ഭാഗം ക്രാങ്കാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഘടിപ്പിച്ചേക്കാണ്. ക്രാങ്കിനെ ഘടിപ്പിച്ചേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലാണ്. ഇനി ഒരു കണക്റ്റിംഗ് റോഡ് നിങ്ങൾക്ക് കാണാം. ആ കണക്റ്റിംഗ് റോഡ് നേരെ പോയിരിക്കുന്നത് പിസ്റ്റണിലേക്കാണ്. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണിനെയും ക്രാങ്കിനെയും കണക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കണക്റ്റിംഗ് റോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എൻജിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ, എഴുതി വയ്ക്കാൻ ചോദിക്കും. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എൻ എൻജിൻ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട എല്ലാ എൻജിൻ്റെയും ഭാഗങ്ങളാണ് ഇതൊക്കെ. ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ എന്നൊക്കെ പറയുന്നത്. ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനകത്ത്, നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ കണ്ടതുപോലെ ആ സിലിണ്ടറിനകത്ത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഓക്സിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷൻ, അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ് ഈ പിസ്റ്റൻ്റെ ചുമതല. അപ്പം ഇടയ്ക്ക് താഴേക്ക് വരും, അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകും, താഴേക്ക് വരും, മുകളിലേക്ക് പോകും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് മുകളിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പിസ്റ്റൺ. പിസ്റ്റൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കമ്പഷൻ ചേമ്പർ കാണാം. പിസ്റ്റൻ്റെ മുകൾ ഭാഗത്തായിട്ട് കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ കമ്പഷൻ, നമ്മുടെ ഫ്യൂവൽ കമ്പഷൻ നടക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ കമ്പഷൻ നടക്കുന്ന സ്പേസിനെയാണ് ചേമ്പർ എന്ന് പറയുന്നത്, കമ്പഷൻ ചേമ്പർ. അപ്പോൾ പിസ്റ്റൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്താണ് ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവിടെ നിന്ന് നമുക്ക് വർക്കൊക്കെ കിട്ടുന്നതും. അപ്പോൾ കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ മുകളിലുള്ള ആ ഭാഗത്തിന്, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. കമ്പഷൻ ചേമ്പറിൻ്റെ മുകളിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ, എയറും ഫ്യൂവലും കൂടി മിക്സ്ചർ, ഇതൊരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന വായും, എയർ പുറത്തുനിന്ന് വരും, അത് ഫിൽട്ടർ ചെയ്ത് വന്നിട്ട് കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാവും. കാർബറേറ്റർ കേട്ടിട്ടുണ്ടാവും പലരും. കാർബറേറ്ററിനകത്ത് എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്യും. പെട്രോളും എയറും കൂടിച്ചേരും. എന്നിട്ട് ആ ഒരു മിക്സ്ചറാണ് എൻജിനിനകത്തേക്ക് വരുന്നത്. കാർബറേറ്റർ ഒന്നും കേട്ട് പേടിക്കണ്ട. അത് അറിയാത്തവർക്ക്, ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും അത് മൈൻഡ് ചെയ്യണ്ട. നമുക്കിപ്പം ഇത് മാത്രം എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചർ ഇതിനകത്തേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ ഇൻടേക്ക് വാൽവ്, ഒരു 2 വാൽവ് ഉണ്ട്. ഒന്ന് ഇൻടേക്ക് വാൽവും ഒന്ന് ഇൻടേക്ക് വാൽവ്, മറ്റൊന്ന് എക്സോസ്റ്റ് വാൽവ്. അത് ഈ കാണിച്ചിരിക്കുന്നതാണ് എക്സോസ്റ്റ് വാൽവ്, ഇത് ഇൻടേക്ക് വാൽവ്. ഈ 2 വാൽവിൻ്റെയും ഇടയ്ക്കായിട്ടൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. 2 വാൽവിൻ്റെയും ഇടയ്ക്കായിട്ടൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ തീപ്പൊരിയാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രവർത്തനത്തിനായിട്ട് തീപ്പൊരിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയാണ് സ്പാർക്ക് പ്ലഗ് വയ്ക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് അവിടെ ഇരുന്നോട്ടെ, നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അത് നോക്കുന്നില്ല. സ്പാർക്ക് പ്ലഗ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ക്രാങ്ക് ഉണ്ട്, കണക്റ്റിംഗ് റോഡുണ്ട്, പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റണിൻ്റെ മുകളിൽ കമ്പഷൻ ചേമ്പറുണ്ട്. കമ്പഷൻ ചേമ്പറിൻ്റെ മുകളിലായിട്ട് സ്പാർക്ക് പ്ലഗ് ഉണ്ട്. 2 വാൽവ് ഉണ്ട്. ഒന്ന് ഇൻടേക്ക് വാൽവും മറ്റൊന്ന് എക്സോസ്റ്റ് വാൽവും.
അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഒരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിൻ്റെ 4 സ്റ്റേജസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4 സ്റ്റേജസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് ഈ ഒരു സ്ട്രോക്കിനെ പറയുന്ന പേര് ഇൻടേക്ക് സ്ട്രോക്ക് എന്നാണ്. ഇൻടേക്ക് സ്ട്രോക്കിൽ പിസ്റ്റൺ താഴേക്ക് പോവാണ്. ഇവിടെ ഈ ആരോ കാണിച്ചിരിക്കുന്നത് പോലെ പിസ്റ്റൺ താഴേക്ക് പോവാണ്. പിസ്റ്റൺ താഴേക്ക് പോകുന്ന ആ അവസരത്തിൽ ഇൻലെറ്റ് വാൽവ് തുറക്കുകയാണ്. ഔട്ട്ലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് അടഞ്ഞു കിടക്കുന്നു. പക്ഷേ ഇൻലെറ്റ് വാൽവ് തുറക്കുന്നു. ഇൻലെറ്റ് വാൽവ് തുറക്കുകയും പുറത്തുനിന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പിസ്റ്റൺ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. നമ്മളൊരു സിറിഞ്ച് നിങ്ങളെല്ലാവരും പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സിറിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ പുറകിലേക്ക് വലിക്കുമ്പോൾ അതിനകത്തേക്ക് വന്ന് മരുന്ന് വന്ന് നിറയുന്നത് പോലെ പിസ്റ്റൺ ഇങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ പുറത്തുനിന്നുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. ഇൻലെറ്റ് വാൽവ് തുറന്ന് വയ്ക്കുമ്പോൾ. അപ്പോൾ അകത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള സ്ട്രോക്ക്, പിസ്റ്റണിൻ്റെ താഴേക്കോ മുകളിലേക്കോ ഉള്ള ഒരു പോക്കിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. താഴേക്ക് വരുന്നതിന് ഒരു സ്ട്രോക്ക് എന്ന് പറയും. അതിനുശേഷം മുകളിലേക്ക് പോകുന്നതിന് അടുത്ത സ്ട്രോക്കാണ്. അപ്പോൾ താഴേക്ക് വരുന്ന ആ സ്ട്രോക്ക് ഇത് പുറത്തുനിന്ന് വലിച്ചെടുക്കേണ്ട സ്ട്രോക്കാണ്. എയർ ഫ്യൂവൽ മിക്സ്ചറിനെ പുറത്തു നിന്ന് അകത്തേക്ക് വലിച്ചെടുക്കുന്ന സ്ട്രോക്ക് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഇനി അപ്പോൾ അകത്തേക്ക് പിസ്റ്റൺ ഏറ്റവും താഴത്തെ പൊസിഷനിലെത്തി. ഏറ്റവും താഴെ എത്തിയപ്പോൾ അകത്തേക്ക് എയർ ഫ്യൂവൽ മിക്സ്ചർ വന്ന് നിറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വാൽവ് അടഞ്ഞു. ഇൻടേക്ക് വാൽവ് അടഞ്ഞു. എക്സോസ്റ്റ് വാൽവ് നേരത്തെ പോലെ അടഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2 വാൽവും അടഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കും? ഇനി ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകും. ഈ പിസ്റ്റൺ ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? 2 വാൽവും അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിനകത്ത് പെട്ടുപോയി. ഇപ്പോൾ പിസ്റ്റൺ അതിനെ അമർത്തി ഒരു ചെറിയ സ്പേസിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ മുകളിലേക്ക് പോകും. പിസ്റ്റൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് മുകളിലോട്ട്, അത് വേറെ ഒന്നും അറിയുന്നില്ല. അപ്പം താഴേക്ക് വന്ന പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയി അകത്ത് വന്ന് നിറഞ്ഞ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ ഒരു ചെറിയ സ്പേസിലേക്ക് അമർത്തി പിടിക്കുകയാണ് ഈ പിസ്റ്റൺ. അപ്പോൾ അമർത്തി പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ അമർത്തി വളരെ ചെറിയൊരു സ്പേസിലേക്ക് ഒതുക്കി നിർത്തുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇൻടേക്ക് സ്ട്രോക്ക് ആയിരുന്നെങ്കിൽ രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും. കംപ്രസ് ചെയ്യണം. അകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറിനെ പിസ്റ്റൺ ചെന്ന് അമർത്തി കംപ്രസ് ചെയ്യുകയാണ്. അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷർ ഹൈ പ്രഷറിലേക്ക് ഉയരും. അപ്പോൾ എയർ ഫ്യൂവൽ മിക്സറിൻ്റെ പ്രഷർ വല്ലാതെ ഉയരും, ഹൈ പ്രഷർ ആവും. അങ്ങനെ പിസ്റ്റൺ ഏറ്റവും മുകളിലെത്തി നിൽക്കുമ്പോൾ പ്രഷർ വളരെ കൂടുതലാണ്. കാരണം അമർത്തി പിടിക്കുമ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ചെറിയ വോളിയം കുറയുമ്പോൾ പ്രഷർ വല്ലാതെ കൂടും. അത് ബുദ്ധിമുട്ടിയാണ്, അതിന് ഇഷ്ടമല്ല. അത്രയും ഒരു ഒതുങ്ങിയ സ്ഥലത്തേക്ക് ഇരിക്കാൻ അതിനിഷ്ടമല്ല. പ്രഷർ കൂടുകയാണ് അതിൻ്റെ. അപ്പോൾ അതിനുശേഷം ഏറ്റവും മുകളിലത്തെ പൊസിഷൻ എത്തി നിൽക്കുമ്പോൾ, അപ്പോൾ ഹൈ പ്രഷറിലാണെന്ന് പറഞ്ഞു, കംപ്രസ് ചെയ്ത് ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ ഏറ്റവും ഉയർന്ന ഒരു പ്രഷറിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രഷർ കുക്കറിനകത്തൊക്കെ വയ്ക്കും പോലെ അങ്ങനെ ഒരു ഉയർന്ന പ്രഷറിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ ഉയർന്ന പ്രഷറിൽ നിൽക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു തീപ്പൊരി കൊടുക്കും. പെട്രോൾ ഹൈ പ്രഷറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു തീപ്പൊരി, സ്പാർക്ക് പ്ലഗ് അപ്പോഴാണ് കഥയിലേക്ക് വരുന്നത്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് വരുന്നു, തീപ്പൊരി കൊടുക്കുന്നു, ഹൈ പ്രഷറിൽ നിൽക്കുന്ന പെട്രോള് പെട്ടെന്ന് കത്തുന്നു. ആ കത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഫോടനം തന്നെയാണ് അവിടെ നടക്കുന്നത്, ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ് നടക്കുന്നത്. അത് പക്ഷേ കൺട്രോൾഡ് എക്സ്പ്ലോഷനാണ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന എങ്ങനെയാണ് എക്സ്പ്ലോഷൻ നടക്കേണ്ടത് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസൈനിലൂടെ തന്നെയാണ് ഈ എക്സ്പ്ലോഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു സ്ഫോടനം പോലെ ഒരു എക്സ്പ്ലോഷൻ, ഒരു കൺട്രോൾഡ് എക്സ്പ്ലോഷൻ നടക്കുന്നു. എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പിസ്റ്റൺ താഴേക്ക് എടുത്തെറിയപ്പെടുന്നു വെച്ചാൽ വളരെ ശക്തിയായിട്ട് അത് താഴേക്ക് തള്ളി മാറ്റപ്പെടുന്നു. ആ എയർ ഫ്യൂവൽ അവിടെ ഒരു സ്ഫോടനം നടക്കുന്ന കാരണം അത് താഴേക്ക് തള്ളി മാറ്റപ്പെടുന്നു. അപ്പോൾ പിസ്റ്റൺ വളരെ ശക്തിയായിട്ട് താഴേക്ക് വരുന്നു.
ഇതിലാണ് നമുക്ക് ഇപ്പോൾ ആ ഫ്യൂവൽ കത്തുന്നത് കാരണം പിസ്റ്റൺ മൂവ് ചെയ്യാണ്. ഫ്യൂവൽ കത്തുന്നത് കാരണം ഫ്യൂവലിൻ്റെ ആ ഫ്യൂവൽ കത്തിപ്പടരുന്നത് കാരണം ആ ഉണ്ടാവുന്ന ഒരു സ്ഫോടനത്തിൽ പിസ്റ്റൺ താഴേക്ക് തള്ളി മാറ്റപ്പെടുകയാണ്. അപ്പോൾ പിസ്റ്റണെ ഇപ്പോൾ ഫ്യൂവൽ തള്ളി മാറ്റുകയാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്, പിസ്റ്റണിലേക്ക് വർക്ക് കിട്ടുന്നത്. ആ ഫ്യൂവലിൽ നിന്ന് പിസ്റ്റണിലേക്ക് വർക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രോക്ക് ഇതാണ്. പവർ ഇങ്ങോട്ട് കിട്ടുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ പിസ്റ്റണിലേക്ക് പവർ കിട്ടുന്ന സ്ട്രോക്കാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കും. ബാക്കി 3 സ്ട്രോക്കിലും ഇൻടേക്ക് സ്ട്രോക്കിൽ അകത്തേക്ക് വലിച്ചെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമ്മളൊന്ന് കഷ്ടപ്പെട്ടാലേ നമ്മൾ സ്ട്രോ ഇട്ടിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മളൊന്ന് എനർജി കൊടുക്കണം. അപ്പോൾ വലിച്ചെടുക്കാൻ വേണ്ടി എനർജി കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ സ്ട്രോക്കിൽ അമർത്തി കംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എനർജി അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ മൂന്നാമത്തെ സ്ട്രോക്കിൽ അങ്ങനെയല്ല. മൂന്നാമത്തെ സ്ട്രോക്കിൽ പിസ്റ്റണിലേക്ക് എനർജി കിട്ടുകയാണ്, പിസ്റ്റണെ അടിക്കുകയാണ്. പിസ്റ്റണെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന എയർ തള്ളി മാറ്റുകയാണ്. ബാക്കി എല്ലാത്തിലും പിസ്റ്റണാണ് ജോലി ചെയ്യുന്നത്. പിസ്റ്റൺ വലിച്ചെടുക്കുന്നു, പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ട്രോക്കിൽ പിസ്റ്റണിനെ ആ എയർ തള്ളി മാറ്റുകയാണ്, അതിശക്തമായിട്ട് തള്ളി മാറ്റുകയാണ്. അതിനാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിസ്റ്റൺ വളരെ ശക്തിയായിട്ട് താഴേക്ക് എടുത്തെറിയപ്പെടുന്നത് പോലെ താഴേക്ക് വരികയാണ്. അപ്പം താഴേക്ക് വന്ന പിസ്റ്റൺ വീണ്ടും തീർച്ചയായിട്ടും മുകളിലേക്ക് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ആദ്യമൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ബ്ലാക്ക് ആണ്, അതായത് കത്തിക്കരിഞ്ഞ് പുകയായി കഴിഞ്ഞു. ആ എയർ മുഴുവൻ കത്തിക്കരിഞ്ഞ് ഫ്യൂവലൊക്കെ ബേൺ ചെയ്തു പുകയായി മാറി. ഇനി ആ പുകയെ പുറന്തള്ളുക എന്നുള്ള ജോലിയാണ് പിസ്റ്റണുള്ളത്. വീണ്ടും പിസ്റ്റൺ അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരികയാണ്. പിസ്റ്റൺ അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരികയാണ്. പിസ്റ്റൺ അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ എക്സോസ്റ്റ് വാൽവ് തുറന്നു. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൽവ് തുറക്കുന്നു, അവസാനത്തെ സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നു. എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നു, പിസ്റ്റൺ മുകളിലേക്ക് എത്തി ഈ പുകയെ തള്ളി പുറത്തേക്ക് വിടുന്നു. അത് പുകക്കുഴലിലൂടെ പുറത്തേക്ക് പോകുന്നു, സൈലൻസറിലൂടെയൊക്കെ പുറത്തേക്ക് അത് പോകുന്നു. അതിനെ നമ്മൾ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. എക്സോസ്റ്റ് സ്ട്രോക്ക്. പിസ്റ്റൺ പുഷസ് ഔട്ട് ബേൺഡ് ഗ്യാസസ്. അപ്പോൾ ഇതാണ് 4 പ്രോസസ്സുകൾ. ഈ 4 പ്രോസസ്സിൽ ഇൻടേക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇൻടേക്ക് എന്ന് പറയുന്നത് അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്, എയർ ഫ്യൂവലിനെ വലിച്ചെടുക്കുക, നമ്മൾ സക്ക് ചെയ്തെടുക്കുക എന്ന് പറയും. നമ്മൾ സക്ക് ചെയ്ത് SUCK. അപ്പോൾ അതിൻ്റെ നൗൺ ഫോം സക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെർബാണ്. അതിൻ്റെ നൗൺ ഫോം എന്ന് പറഞ്ഞാൽ സക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ തന്നെയാണ് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും. ഇത് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയും. പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയും. താഴെ ഇരിക്കുന്ന എക്സ്പ്ലോഷൻ ഫോഴ്സസ് പിസ്റ്റൺ ഡൗൺ. അതുപോലെ തന്നെ മൂന്നാമത്തതിനെ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കത്തിക്കഴിഞ്ഞ പുകയാണ് എക്സോസ്റ്റ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതിനെ പുറന്തള്ളുന്ന സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ 4 അവസ്ഥകൾ ഇതാണ്. എൻജിൻ്റെ 4 സ്റ്റേജസ് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കും. ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അതൊരു സൈക്കിൾ. വീണ്ടും ഇൻടേക്ക്, വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോയ പിസ്റ്റൺ എക്സോസ്റ്റിന് മുകളിലേക്ക് പോയ എക്സോസ്റ്റ് തള്ളിവിടാൻ മുകളിലേക്ക് പോയ പിസ്റ്റൺ വീണ്ടും താഴെ വരുമ്പോഴാണ് വീണ്ടും അടുത്ത ഇൻടേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. വീണ്ടും ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. വീണ്ടും ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, മുകളിലേക്കും താഴേക്കും. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റും ഒക്കെ കറങ്ങും. ക്രാങ്കും കറങ്ങും, അതിനൊപ്പം ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങും. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ കറക്കമാണ്, ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ ക്ലച്ചിലൂടെ, ഗിയർ ബോക്സിലൂടെ നമ്മൾ വാഹനത്തിൻ്റെ വീലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കറക്കം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇനി അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ഇങ്ങനെ
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിസ്റ്റൺ ഒരു തവണ താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുമ്പോൾ, പിസ്റ്റൺ ഇപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് വന്ന് ഇത് പിസ്റ്റണിൻ്റെ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, പിസ്റ്റൺ ഒരു തവണ താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഈ ക്രാങ്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും. പിസ്റ്റൺ ഒരു തവണ താഴേക്ക് വന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് എത്തുമ്പോൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും, ക്രാങ്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ 4 തവണ താഴെ വന്നു മുകളിൽ പോയി, താഴെ വന്നു മുകളിൽ പോയി, അങ്ങനെ 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 2 തവണ, 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. പിസ്റ്റൺ 4 തവണ സ്ട്രോക്ക് ചെയ്യുമ്പോൾ, 4 സ്ട്രോക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ 2 തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ 4 സ്ട്രോക്കിനിടയിലാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. നമുക്ക് ഇങ്ങോട്ട് ശക്തി കിട്ടുന്ന, ഇങ്ങോട്ട് പവർ കിട്ടുന്ന ഒരു സ്ട്രോക്കേ ഉള്ളൂ. അത് ഈ 4 സ്ട്രോക്ക് കൂടുമ്പോഴാണ് നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. 4 സ്ട്രോക്കിനിടയിലാണ് നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. വീണ്ടും അടുത്ത യൂണിറ്റ് 4 സ്ട്രോക്ക് വരുമ്പോൾ വീണ്ടും നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നു. അങ്ങനെ 4 സ്ട്രോക്ക് അല്ലെങ്കിൽ 2 ക്രാങ്ക് റൊട്ടേഷനിടയിലാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. ആ ഒരു കണക്ക് നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് ഓർത്ത് വെച്ചോളാം. ഞാൻ വേണമെങ്കിൽ എഴുതാം. 4 സ്ട്രോക്ക് ചെയ്യുമ്പോൾ, 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷനാണ്. 2 റൊട്ടേഷൻ. 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷൻ. 4 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷനാണ്. 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷൻ. ഇതിനിടയിലാണ് നമുക്ക്, ഇതിൽ നിന്നാണ്, ഈ 4 സ്ട്രോക്കിനിടയിൽ അല്ലെങ്കിൽ 2 റൊട്ടേഷനിടയിൽ നിന്നാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. ഒരു പവർ സ്ട്രോക്ക് കിട്ടും. ഈ ഒരു കണക്ക് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്കിനിടയിൽ, പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്കിനിടയിലാണ് നമുക്ക്, പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷനാണ്. പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷനാണ്. ഈ 4 സ്ട്രോക്ക് അല്ലെങ്കിൽ 2 റൊട്ടേഷനിടയിലാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. 4 സ്ട്രോക്കിനിടയിലാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. അതുകൊണ്ട് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. ക്രാങ്ക് 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് ഒരു പവർ സ്ട്രോക്കേ കിട്ടുള്ളൂ. അപ്പം ക്രാങ്ക് ഒരു 1000 തവണ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് 500 പവർ സ്ട്രോക്കേ കിട്ടുള്ളൂ. ആ ഒരു കണക്ക് നിങ്ങളുടെ മനസ്സിലൊന്ന് സ്റ്റോർ ചെയ്യാം. ഒന്നുകൂടെ പറയാം. പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ 2 റൊട്ടേഷനാണ്. പിസ്റ്റണിൻ്റെ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ 2 റൊട്ടേഷനാണ്. ഈ 4 സ്ട്രോക്ക് അല്ലെങ്കിൽ 2 റൊട്ടേഷനിടയിലാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 4 സ്ട്രോക്കിനിടയിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് 4 സ്ട്രോക്ക് സൈക്കിൾ അല്ലെങ്കിൽ 4 സ്ട്രോക്ക് എൻജിൻ എന്ന് നമ്മൾ പറയാൻ കാരണം. സ്ട്രോക്ക് എന്താണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. പിസ്റ്റൺ ഒരു തവണ മുകളിലേക്കോ താഴേക്കോ പോകുന്നതിനാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ലിങ്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും. അത് എൻജിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഒരു വീഡിയോയാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന്, ഞാൻ മേൽപ്പറഞ്ഞ വീഡിയോയിൽ നിന്ന് ഉള്ള സ്ക്രീൻഷോട്ട്സ് ആണിത്. ഇതൊരു, ഇതിനകത്ത് ഇപ്പോൾ 4 സിലിണ്ടർ, ഈ കണക്റ്റിംഗ് റോഡ്, ഇതാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇതാണ് കണക്റ്റിംഗ് റോഡല്ല, ഇതാണ് ഈ കാണുന്ന ഇങ്ങനെ വരുന്ന ഈ ഒരു ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റൊട്ടേഷൻ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷനാണ് നമ്മൾ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 സിലിണ്ടർ ക്രാങ്ക് ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. 4 സിലിണ്ടർ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. ഒരേ ലൈനിൽ 4 സിലിണ്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഡയഗ്രമാണ്, അതൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഏറ്റവും ആദ്യം ഒരു എഞ്ചിനകത്തെ സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സാധാരണ ഒരു എഞ്ചിനകത്ത് മനുഷ്യനൊന്നും ഇങ്ങനെ നിൽക്കില്ല. ഇതൊരു ചുമ്മാ ഒരു ഗ്രാഫിക്കലി ഒരു രസം, ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മുന്നിലുള്ളതാണ് ഇൻലെറ്റ് വാൽവ്, മനുഷ്യൻ്റെ പുറകിലുള്ളത് എക്സോസ്റ്റ് വാൽവാണ്, മുകളിലുള്ളത് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് തുറന്നു, അകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ കയറി വരികയാണ്. ഇപ്പം പിസ്റ്റൺ താഴേക്ക് പോവാണ്. പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ അകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ കയറി വന്നു. ഇനി അടുത്ത ഇതിൽ പിസ്റ്റൺ മുകളിലേക്ക് പോയി. ഇപ്പോൾ 2 വാൽവും അടഞ്ഞാണ് കിടക്കുന്നത്. മുകളിലേക്ക് പോയി അവിടെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചുമന്ന കളറിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കംപ്രഷൻ സ്ട്രോക്ക്. ആദ്യത്തത് ഇൻടേക്ക് സ്ട്രോക്ക് ആയിരുന്നു. ഇപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം നമ്മളൊരു സ്പാർക്ക് കൊടുക്കുമ്പോൾ പിസ്റ്റൺ എടുത്തെറിഞ്ഞതുപോലെ താഴേക്ക് വരുന്നു. ഇപ്പോൾ നോക്കിയാൽ അകത്തെല്ലാം കറുത്ത കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കത്തിക്കരിഞ്ഞു പുകയായി കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു പവർ സ്ട്രോക്ക്. ഇപ്പം താഴേക്ക് വന്ന് ഏറ്റവും താഴത്തെ പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ് പിസ്റ്റൺ. അടുത്തതായിട്ട് എക്സോസ്റ്റ് വാൽവ് തുറന്നു. പിസ്റ്റൺ മുകളിലേക്ക് പോയി അകത്തുള്ള പുകയെല്ലാം അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസസിനെ എല്ലാം പുറത്തേക്ക് തള്ളിവിടുകയാണ്. ആദ്യം കണ്ട ഫിഗർ കണ്ട ആരും പേടിക്കണ്ട. നിങ്ങൾ ഏതാണ്ട് ഇതുപോലൊരു ഫിഗർ ആയിരിക്കും നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടി വരുന്നത്. ഇവിടെ കാണിച്ച സക്ഷൻ എന്ന് ഞാൻ വാക്ക് പറഞ്ഞു, സക്ഷൻ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു പേരൂടെ പറഞ്ഞിട്ടുണ്ട്, ചാർജിങ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇതുപോലത്തെ ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾ വരയ്ക്കേണ്ടി വരിക. നിങ്ങൾ വരയ്ക്കേണ്ട എക്സാക്ട് ഫിഗർ ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഈ ഒരു രീതിയിൽ. നിങ്ങൾ ആദ്യത്തെ ഫിഗർ കണ്ട് പേടിക്കേണ്ട. ഇതുപോലത്തെ ഒരു സിമ്പിൾ ഫിഗർ ആയിരിക്കും നിങ്ങൾ വരയ്ക്കേണ്ടി വരിക. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫിഗർ ഇട്ടത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ട്രോക്ക് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. ഇതിലെന്താ സംഭവിക്കുന്നത്? എയർ ഫ്യൂൽ മിക്സ്ചർ ഈസ് സക്ഡ് ഇൻ ടു ദി കമ്പഷൻ ചേംബർ ത്രൂ ആൻ ഓപ്പൺ ഇൻലെറ്റ് വാൽവ്. തുറന്നു കിടക്കുന്ന ഒരു ഇൻലെറ്റ് വാൽവിലൂടെ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ. ഈ ടോപ്പ് ഡെഡ് സെൻറ്റർ, ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ എത്തുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. അതുപോലെ ഏറ്റവും താഴത്തെ പൊസിഷനാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പിസ്റ്റൺ വരുമ്പോൾ പുറത്തുനിന്ന് എയർ ഫ്യൂൽ മിക്സറിനെ വലിച്ചകത്തേക്ക് എടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്കാണ്. പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു TDC, ബോട്ടം ഡെഡ് സെൻറ്റർ, താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കംപ്രസിങ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ ടു എ വെരി സ്മോൾ സ്പേസ്. അത് എയർ ഫ്യൂൽ മിക്സ്ചറിനെ വളരെ ചെറിയൊരു സ്പേസിലേക്ക് അമർത്തിക്കൊണ്ട് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് പോകുന്നു. ഈ സമയം ബോത്ത് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൽവ്സ് ആർ ക്ലോസ്ഡ്. ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവ്സും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇനി 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ തേർഡ് സ്ട്രോക്ക്, മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്പാർക്ക് പ്ലഗ് ഗീവ്സ് എ സ്പാർക്ക് ടു ദി കംപ്രസ്ഡ് എയർ ഫ്യൂൽ മിക്സർ. അപ്പം കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈ പ്രഷറുള്ള എയർ ഫ്യൂൽ മിക്സറിലേക്ക് സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് കൊടുക്കും. ദ ഫ്യൂൽ ബേൺസ്, ഫ്യൂല്
കത്താൻ തുടങ്ങും. പിസ്റ്റൺ ഈസ് റാപ്പിഡ്ലി പുഷ്ഡ് ഡൗൺ ടു BDC. പിസ്റ്റൺ വളരെ വേഗത്തിൽ ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് ഇടിച്ച് താഴ്ത്തപ്പെടുകയാണ്, അല്ലെങ്കിൽ തള്ളി മാറ്റപ്പെടുകയാണ്. ഈ സമയത്തും രണ്ട് വാൽവ്സും അടഞ്ഞെടുക്കണം. ബോത്ത് വാൽവ്സ് ആർ ക്ലോസ്ഡ്. The power for entire engine functioning and vehicle movement is obtained from power stroke. അപ്പോൾ ഈ പവർ സ്ട്രോക്കിൽ കിട്ടുന്ന പവർ സ്ട്രോക്കിലാണ് പവർ ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. പവർ സ്ട്രോക്കിൽ കിട്ടുന്ന പവറിലാണ് ബാക്കി 3 സ്ട്രോക്കും, അതുപോലെ ബാക്കി 3 സ്ട്രോക്കിനുള്ള എനർജിയും, അതുപോലെ വാഹനത്തിന് മുന്നിലേക്ക് പിന്നിലേക്ക് പോകാനുള്ള എനർജിയും, അതുപോലെ ബാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങളുള്ള, അതായത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള എനർജി, അതുപോലെ AC-യുടെ കംപ്രസർ വർക്ക് ചെയ്യാനുള്ള എനർജി, അങ്ങനെ എല്ലാ തരത്തിലുള്ള എനർജിയും നമുക്ക് കിട്ടുന്നത് ഈ പവർ സ്ട്രോക്കുകളിലൂടെയാണ് കിട്ടുന്നത്. ഒരു കാര്യം കൂടി, ഇവിടെ ഒരു സ്പാർക്ക് കൊടുക്കുന്നതുകൊണ്ട്, സ്പാർക്ക് പ്ലഗ് വഴി ഒരു സ്പാർക്ക് കൊടുക്കുന്നത് വഴിയാണ് നമ്മൾ ഫ്യൂവലിൻ്റെ ബേണിംഗ്, അല്ലെങ്കിൽ ഫ്യൂവൽ കത്താൻ തുടങ്ങുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഇങ്ങനത്തെ എഞ്ചിനെ നമ്മൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് എന്ന് പറയും. പെട്രോൾ ഉപയോഗിക്കുന്ന എല്ലാ എഞ്ചിനും സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ആണ്. അപ്പോൾ സ്പാർക്ക് കൊടുത്തുകൊണ്ട്, ഒരു തീപ്പൊരി കൊടുത്തുകൊണ്ട് ഫ്യൂവലിനെ കത്തിക്കാൻ തുടങ്ങുന്ന, ഇഗ്നിഷൻ എന്ന് പറയുന്നത് കത്തിക്കാൻ തുടങ്ങുന്നതിനാണ് ഇഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പാർക്ക് കൊടുത്തുകൊണ്ട് കത്തിക്കാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SI എഞ്ചിൻസ് എന്ന് പറയുന്നത്. പെട്രോൾ എഞ്ചിൻസ് എല്ലാം SI എഞ്ചിൻസ് ആണ്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ആണ്. അവസാനത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. ഔട്ട്ലെറ്റ് വാൽവ് തുറക്കും. ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺസ്. പിസ്റ്റൺ മൂവിങ് ഫ്രം BDC ടു TDC. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന പിസ്റ്റൺ പുഷസ് ദി ബേൺഡ് എക്സോസ്റ്റ് ഗ്യാസസ് ഔട്ട് ഓഫ് ദി കമ്പഷൻ ചേംബർ. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന പിസ്റ്റൺ കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസസിനെ പുറത്തേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ 4 സ്ട്രോക്കും അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി ചില നോട്ട്സാണ് ഇവിടെ പറയാനുള്ളത്, ചില കാര്യങ്ങൾ. ഇപ്പം ഓരോ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തെർമോഡൈനാമിക് സൈക്കിളുണ്ട്. അതായത് ഹീറ്റിൽ നിന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അതെല്ലാം ഓരോ തെർമോഡൈനാമിക് സൈക്കിളാണ്. ഒരുപാട് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നില്ല. ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് തരത്തിലുള്ള തെർമോഡൈനാമിക് സൈക്കിൾസ് ഉണ്ട്. അതിലൊന്ന് കാർനോട്ട് സൈക്കിളാണ്. അതുപോലെ തന്നെ ജൂൾ സൈക്കിളുണ്ട്, ബ്രൈറ്റൺ സൈക്കിളുണ്ട്. അങ്ങനെ പല തരത്തിൽ ഉള്ള തെർമോഡൈനാമിക് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള തെർമോഡൈനാമിക് സൈക്കിൾസിൽ ഓട്ടോ സൈക്കിൾ എന്ന് പേരായ തെർമോഡൈനാമിക് സൈക്കിളാണ് നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പല വിധത്തിലുള്ള തെർമോഡൈനാമിക് സൈക്കിൾസ് ഉണ്ട്. പല പേരുകളിൽ പല വിധത്തിലുള്ള തെർമോഡൈനാമിക് സൈക്കിൾസ് ഉണ്ട്. ആ പല വിധത്തിലുള്ള സൈക്കിൾസിൽ ഓട്ടോ സൈക്കിൾ എന്ന് പേരായ തെർമോഡൈനാമിക് സൈക്കിളാണ് നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാ എന്ന് ചോദിച്ചാൽ ഓട്ടോ സൈക്കിൾ എന്നാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് പഠിച്ചത്. അതുപോലെ തന്നെ നമുക്ക് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് 4 സ്ട്രോക്ക് പോലെ തന്നെ 2 സ്ട്രോക്ക്, 2 സ്ട്രോക്കിനിടയിൽ, പിസ്റ്റൻ്റെ 2 സ്ട്രോക്കിനിടയിൽ നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടുന്ന 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ട്. 2 സ്ട്രോക്കിൽ തന്നെ പെട്രോളും ഡീസലും ഉണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻസ് ഡു നോട്ട് ഹാവ് സ്പാർക്ക് പ്ലഗ്. ഡീസൽ എഞ്ചിൻസിന് സ്പാർക്ക് പ്ലഗ് ഇല്ല. ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഫ്യൂവൽ ഇഞ്ചക്ടർ സ്പ്രേസ് ഡീസൽ ടു കംപ്രസ്ഡ് എയർ. അതിന് പകരമായിട്ട് സ്പാർക്ക് പ്ലഗിന് പകരമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് സ്പാർക്ക് പ്ലഗിന് പകരം ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗിൻ്റെ സ്ഥാനത്ത് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ആ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഡീസൽ കംപ്രഷൻ ചേംബറിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ജോലി. ആദ്യം കടന്നു വരുന്നത് ഡീസൽ ഇല്ലാത്ത വെറും വായുവാണ്, വെറും എയറാണ്
കമ്പഷൻ ചേമ്പറിലേക്ക് ആദ്യം ഇൻടേക്ക് സ്ട്രോക്കിൽ കയറി വരുന്നത്. അതിനുശേഷം കംപ്രഷൻ്റെ അവസാനം കംപ്രസ് ചെയ്ത് ഒരു ചെറിയ സ്പേസിലേക്ക് ഒതുക്കി വച്ചതിന് ശേഷം അതിന് അവസാനം ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. സ്പാർക്ക് കൊടുക്കുന്നതിന് പകരം, പെട്രോൾ എഞ്ചിന് സ്പാർക്ക് കൊടുക്കുന്നതിന് പകരം ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്പാർക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല, പകരം കംപ്രസ് ചെയ്ത് വച്ച എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻസ് എന്നാണ് ഡീസൽ എൻജിൻസിനെ പറയുന്ന പേര്. കംപ്രഷൻ ഇഗ്നിഷൻ, സ്പാർക്ക് ഇഗ്നിഷൻ അല്ല, ഇവിടെ ഇപ്പോൾ കംപ്രഷൻ ഇഗ്നിഷനാണ്. കംപ്രഷൻ ഇഗ്നിഷൻ, കംപ്രഷൻ കാരണമാണ് അവിടെ കത്തി തുടങ്ങുന്നത്, ഡീസൽ കത്തി തുടങ്ങുന്നത്. അതുകൊണ്ട് കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻസ് അല്ലെങ്കിൽ CI എൻജിൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ സൈക്കിൾ ആണ്. ഓട്ടോ സൈക്കിൾ, ഇതിനെക്കുറിച്ച് നമുക്ക് തൽക്കാലത്തേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഓട്ടോ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.